അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ഏറെ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. അവിടെ രക്ഷപ്പെടാൻ ഈമാനും അമലുസ്വാലിഹാത്തുകളും വേണമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മിൽ പലർക്കും കുറേയൊക്കെ ഇബാദത്തുകൾക്കും അമലുസ്വാലിഹാത്തുകൾക്കും സാധിച്ചു. അൽഹംദുലില്ലാ. വിശുദ്ധ റമദാനിൽ നമ്മളതിനു വേണ്ടി പ്രത്യേകം മനസ്സ് വെക്കുകയും പരിശ്രമിക്കുകയും ചെയ്തതുകൊണ്ട് മനസ്സിന് സംതൃപ്തി നൽകുന്ന കുറേ അമലുസ്വാലിഹാത്തുകൾ, ഇബാദത്തുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി അവ ഒന്നും തന്നെ പരിക്കുകളില്ലാതെ പരലോകത്ത് കിട്ടണം. സ്വഹാബികളടക്കമുള്ള മുൻഗാമികൾ നന്നായി അധ്വാനിച്ചിരുന്നു. അതോടൊപ്പം ആ കർമ്മങ്ങൾ പരലോകത്ത് വരുമ്പോൾ എന്താകും എന്ന ഭയപ്പാട് അവരെ നല്ലപോലെ അലട്ടിയിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. കാരണം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തീർച്ചയായും അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി സൂക്ഷ്മത പുലർത്തുന്ന, അതിനെ പരിഗണിക്കുന്ന ആളുകളിൽ നിന്ന്. അള്ളാഹു അവരിൽ നിന്നാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ കൂട്ടത്തിൽ ആയിരിക്കുമോ എന്ന ഭയപ്പാട് അവർക്കൊക്കെ ഉണ്ടായിരുന്നു. സത്യവിശ്വാസികളുടെ ഒരു ഉത്കൃഷ്ട സ്വഭാവമായി ഖുർആൻ എടുത്തു പറയുന്നത് സൂറത്തുൽ അംബിയായിലെ 60-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അള്ളാഹു കനിഞ്ഞരുളിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കഴിയാവുന്നത്ര പ്രയത്നിക്കുകയും ദാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ നടുങ്ങുന്നുണ്ട്, പേടിച്ചു വിറക്കുന്നുണ്ട്. ആ അവസ്ഥയിലാണ് അവർ ചെയ്തത് എന്ന ഈ ആയത്ത് ഓതി കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്ത മറുപടിയും നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ളതാണ്. അതായത് മദ്യപിക്കുകയും വ്യഭിചരിക്കുകയും കളവ് പറയുകയും ഒക്കെ ചെയ്യുന്ന ഹറാമുകളിലൂടെ മുഴുകി ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളായിരിക്കുമോ അത് എന്ന് സംശയം ചോദിച്ച ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു, ലാ യാ ബിൻത സിദ്ദീഖ്, അല്ല അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ, വലാകിന്നഹുമുല്ലദീന യുസല്ലൂന വയതസദ്ദഖൂൻ, മറിച്ച് അവർ നമസ്കരിക്കുന്നവരാണ്, സദഖ ചെയ്യുന്നവരാണ്. അതോടൊപ്പം വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ആ കർമ്മങ്ങൾ തങ്ങളിൽ നിന്ന് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയപ്പാട് അവർക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു എന്നാൽ. അതുകൊണ്ട് കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ ചിലത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈമാൻ ഉണ്ടായിരിക്കണം, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, ഇത്തിബാ വേണം. അഥവാ വിശ്വാസമില്ലാത്ത, പടച്ചറബിനെ സംബന്ധിച്ചും പരലോകത്തെക്കുറിച്ചും പ്രതീക്ഷയില്ലാത്ത, പ്രാർത്ഥനകളില്ലാത്ത ഒരാൾ, അയാൾക്ക് തോന്നിയ കുറേ കാര്യങ്ങൾ ചെയ്തു, അതിന് പരലോകത്ത് നന്മയായി പരിഗണിച്ച് പ്രതിഫലം കിട്ടുകയില്ല എന്ന് ഖുർആനിലൂടെ ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അതേപോലെ തന്നെ പടച്ചറബിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിഷ്കളങ്കമായി കലർപ്പുകളില്ലാതെ അവന് സമർപ്പിച്ച ഇഖ്ലാസോടുകൂടി ചെയ്ത കർമ്മങ്ങളായിരിക്കണം. അപ്രകാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃകയനുസരിച്ച് സുന്നത്ത് അറിഞ്ഞ് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ കർമ്മങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾ പോലും അള്ളാഹു സ്വീകരിക്കാതെ വിഫലമായി പോകുന്നൊരവസ്ഥ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ തെര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗൗരവപ്പെട്ടതാണ് നമ്മുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ ഷിർക്കിന്റെ ലാഞ്ചനകൾ, അതിൻ്റെ അംശങ്ങൾ കടന്നു വരിക എന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത സകലമാന നന്മകളും സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമാകുമെന്ന് അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഉണർത്തിയതാണ്, ലഇൻ അശ്റക്ത ലയഹ്ബത്തന്ന അമലുക്. പ്രവാചകരെ, താങ്കളെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ താങ്കളുടെ സകലമാന സൽക്കർമ്മങ്ങളും തകർന്ന് തരിപ്പണമായി പോകും.
താങ്കൾ തീരാ നഷ്ടക്കാരിൽ പെട്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ശിർക്ക് വരാതിരിക്കാൻ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ, ചിന്തകളിൽ, വിശ്വാസത്തിൽ ഒക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഉറുമ്പ് അരിച്ചു കയറുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ രക്ഷ തേടണം അള്ളാഹുവിനോട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അള്ളാഹുവെ, അറിഞ്ഞുകൊണ്ട് ഞാൻ നിന്നിൽ പങ്കുചേർക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. അറിയാതെ എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ ശിർക്കിൻ്റെ വല്ലതും കടന്നു പോകുന്നതിൽ നിന്ന് അള്ളാഹുവെ, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.